വേറൊരു വലിയ ശല്യമാണ് വഴക്കുണ്ടാക്കൽ പ്രശ്നം, പിശാച്. പിശാചിൻ്റെ പണി എന്നാ വെച്ചാൽ എവിടെ ചെന്നാലും വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ബാറിൽ ചെന്ന് വഴക്കുണ്ടാക്കും, വീട്ടിൽ വഴക്കുണ്ടാക്കും, ഭാര്യയോട് വഴക്കുണ്ടാക്കും, മക്കളോട് വഴക്കുണ്ടാക്കും, ജോലി സ്ഥലത്ത് വഴക്കുണ്ടാക്കും. ഇങ്ങനെ വഴക്കുണ്ടാക്കൽ സ്വഭാവം ഉള്ള വ്യക്തികളുണ്ട്. ഇതൊരു പൈശാചിക ബന്ധനമാണ്. അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഏതോ തിന്മകളായിരിക്കും ഇതിൻ്റെ കാരണം. അവൻ്റെ അപകർഷതയായിരിക്കാം, നിരാശാബോധമായിരിക്കാം, കുറ്റബോധമായിരിക്കാം, വെറുപ്പായിരിക്കാം, പാപമായിരിക്കാം. ഇതിനെ നമ്മൾ ഈ പിശാചുക്കളെയൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷം നന്മ കൊണ്ട് നിറയുമ്പോഴാണ് ഈ വഴക്കുണ്ടാക്കൽ മാറാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ളവർ രാവിലെയും വൈകുന്നേരം ദൈവമേ ഇന്നേ ദിവസം വഴക്കുണ്ടാക്കാതിരിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ, അക്രമ സ്വഭാവത്തിൽ നിന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ആന്തരിക സൗഖ്യ പ്രാർത്ഥന, ആന്തരിക സൗഖ്യ ധ്യാനം, അതുപോലെ തന്നെ മറ്റുള്ള കൗൺസിലിങ്, കുമ്പസാരം, ഇവയൊക്കെ ഇതിൽ നിന്ന് മോചനം നേടാൻ വളരെയേറെ സഹായകമാണ്. കർത്താവേ, വഴക്കുണ്ടാക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. വഴക്കിൻ്റെ പിശാചിനെ ആട്ടി ഓടിച്ച് ദൈവിക ചൈതന്യം കൊണ്ട് നിറയ്ക്കുവാൻ ഇവരെ സഹായിക്കണമേ. എല്ലാ ബന്ധനങ്ങളെയും, വഴക്കുണ്ടാക്കുന്ന ബന്ധനങ്ങളെയും ഞാനിതാ ഒഴിപ്പിക്കുന്നു. കർത്താവേ, ഇവരെ സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവും ശിയായിക്കും സ്തുതിയായിരിക്കും.